നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ചിങ്ങം 1 ഓഗസ്റ്റ് 17 ശനിയാഴ്ച മലയാള പുതുവർഷം ആരംഭിച്ചിരിക്കുന്നു. ഈ പുതുവർഷം വൃശ്ചികം രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖം, അനിഴം, തൃക്കേട്ട. 2024 മലയാള പുതുവർഷം വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് അനുകൂലമായ ഗുണഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. തൊഴിൽ, സാമ്പത്തികം എന്നിവയിൽ ഉയർച്ച കാണുന്നു. പുതിയ തൊഴിൽ തേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പരിശ്രമത്തിലൂടെ ജീവിത ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുന്ന വർഷം തന്നെയാണ്. വർഷത്തിലെ ആദ്യ പകുതി വളരെ നല്ലതായിരിക്കും. ബിസിനസ്, സംരംഭം എന്നിവ തുടങ്ങാനും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മനസ്സമാധാനം, സന്തോഷം എന്നിവ ഉണ്ടായേക്കാം. നിങ്ങളുടെ പ്രവൃത്തി ഗുണമുള്ളതാക്കി തീർക്കാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക പ്രശ്നങ്ങൾ മാറി അപ്രതീക്ഷിത ധനം ലഭിക്കാനും സാധ്യതയുണ്ട്. കുടുംബ സ്വത്ത് എന്നിവ ലഭിച്ചേക്കാം. ലോട്ടറിയിലൂടെ ധനം നിങ്ങൾക്ക് വന്നു ചേരാം. പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല സമയമാണ്. വിവാഹം അന്വേഷിക്കുന്നവർക്ക് നല്ല സമയം തന്നെയാണ്. വിവാഹം ഉറപ്പിക്കാനും വിവാഹം നടക്കാനും സാധ്യതയുള്ള വർഷമാണ് 2024 കാലഘട്ടം. വിദേശയാത്രകൾക്ക് യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പഠനാനുമതി ലഭിക്കാനും വിദേശ പര്യടനം സാധ്യമാക്കുന്ന കാലഘട്ടം കൂടിയാണ്. പൂർണ്ണമായി പരിശ്രമിച്ചാൽ അത് എളുപ്പം നേടാൻ സാധിക്കും. പൊതുപ്രവർത്തകർക്കും സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ ഏറെ ശ്രദ്ധിക്കേണ്ടതായ കാലഘട്ടം കൂടിയാണ് വരുന്നത്. ഈ വർഷത്തിൽ രണ്ടാം പകുതിയിൽ ഈ ജാതകർക്ക് തൊഴിൽ പ്രശ്നങ്ങൾ, തൊഴിൽ തടസ്സങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചേക്കാം. അതിനാൽ ഏറെ ശ്രദ്ധിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം, കലഹം എന്നിവയ്ക്കുള്ള സാധ്യതയും കാണുന്നു. അതിൽ അതീവ ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോയാൽ ഏറെ ഗുണഫലങ്ങൾ അനുഭവിക്കാനാകുന്ന കാലഘട്ടം തന്നെയാണ് 2024 മലയാള പുതുവർഷം. വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകർക്ക് 2024 മലയാള പുതുവർഷം ഏറെ ഗുണഫലങ്ങൾ അനുഭവിക്കാവുന്ന വർഷം കൂടി തന്നെയാണ്. ഏവർക്കും ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിൻ്റെ പുതുവർഷ ആശംസകൾ. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.